കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതല രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇദ്ദേഹത്തെ മുൻപ് ഏൽപ്പിച്ച ചില സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ചരിത്ര വിജയമാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് നൽകിയിരുന്ന കോഴിക്കോടിന്റെ ചുമതലയാണ്. അവിടെ ബി.ജെ.പി 7-ൽ നിന്നും 13-ലേക്കാണ് വർദ്ധിപ്പിച്ചത്. ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രചരണമാണോ ഏറ്റെടുക്കുന്നത്, ബി.ജെ.പിയുടെ പ്രചരണമാണോ ഏറ്റെടുക്കുന്നത്? അദ്ദേഹത്തിന് പ്രചരണത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വായില്ലാത്ത കൊടാലി പോലെ ആയി പോകുന്നതുള്ളൂ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഈ വിഷയങ്ങൾ അവസാനം വന്ന് വായില്ലാ കൊടാലിയായി പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അവസാനം വന്ന് ഏൽക്കാതെ പോയി. ഇത് അദ്ദേഹത്തിന് വലിയ ഒരു പ്രതിസന്ധിയാണ്. ഈ ഫോക്കസ് എന്ന് പറയും. നമ്മളൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ആ വിഷയം വളരെ പർട്ടിക്കുലറായിട്ട് അത് മനുഷ്യ ഹൃദയങ്ങളിൽ തറച്ചു കയറണം. ആ തറച്ചു കയറാൻ പലപ്പോഴും പരത്തി പറഞ്ഞാൽ പറ്റില്ല. അവിടെയാണ് പലപ്പോഴും വി.ഡി. സതീശൻ സ്കോർ ചെയ്യുന്നത്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ ശക്തിയായിട്ട് നിൽക്കുന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ ഒരു കാര്യം പറഞ്ഞാൽ അല്പം പറഞ്ഞാലും അതിനകത്ത് പറഞ്ഞതിൻ്റെ ഇരട്ടി വീര്യത്തോടു കൂടി അത് എതിരാളിക്കും കേൾക്കുന്ന ആളിൻ്റെയും മനസ്സിൽ അത് പതിയും. എതിരാളിക്ക് വേദനയോടെ പതിയും, കേൾക്കുന്നയാളുടെ മനസ്സിൽ എന്തോ അർത്ഥമുണ്ടെന്നുള്ള വിധത്തിൽ പതിയും. ഈ പതിപ്പിക്കാനുള്ളൊരു കഴിവ് കുറവ് രമേശ് ചെന്നിത്തലയ്ക്ക് പലപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഗുജറാത്തിലെ കാര്യം വന്നിട്ടില്ല. ഗുജറാത്തിൽ ഇനിയിപ്പം രാഹുൽ ഗാന്ധി വന്ന് ഇലക്ഷൻ്റെ ചാർജ് ഏറ്റെടുത്താലും ഗുജറാത്തിൽ ഇപ്പോൾ പെട്ടെന്നൊന്നും വിജയിക്കാൻ പോകുന്നു. പക്ഷേ മഹാരാഷ്ട്ര അങ്ങനെയല്ലായിരുന്നു. മഹാരാഷ്ട്ര ഏതാണ്ട് വിജയിക്കും എന്നുള്ളൊരവസ്ഥയിൽ നിന്നിരുന്നതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം തൂത്തുവാരും എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പിന് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. അവിടെ തകിടം മറിഞ്ഞു കളഞ്ഞു. കോഴിക്കോട് അതുപോലെ തന്നെ. കോഴിക്കോട് കൊല്ലം വിജയിച്ചു. വയനാട്, മലപ്പുറമൊക്കെ തൂത്തുപറക്കി പിടിച്ചു. കാസർഗോഡ് വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ കോഴിക്കോട് വന്നപ്പം തകിടം മറിഞ്ഞു. ധീം തരികിടതായി. അവിടെ കോൺഗ്രസിന് കിട്ടാവുന്ന ഒരു സ്ഥലത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് കണക്ക്. താങ്കൾ പറഞ്ഞ പോലെ കൊല്ലത്തും വലിയ പരിക്കില്ലാതെ നിന്നു. കോട്ടയത്ത് മാണി ഉള്ളതുകൊണ്ട് അവിടെ വലിയ കുഴപ്പം വരും വിചാരിച്ചിട്ട് അവിടെയും കുഴപ്പമില്ലാതെ കോൺഗ്രസിന് നിൽക്കാൻ പറ്റി. പത്തനംതിട്ടയും എറണാകുളവും തൂത്തുവാരി, വയനാടും മലപ്പുറവും തൂത്തുവാരി. തൊട്ടടുത്ത് കിടന്ന കോഴിക്കോട് ജില്ല മാത്രം തൂത്തുമില്ല വാരിയുമില്ല. തിരിച്ച് അടിച്ചു ഞാൻ, അവൻ എന്നെ പിടിച്ചു കെട്ടിയെന്ന് പറഞ്ഞ പോലെ ആയി. അടി അങ്ങോട്ട് കൊടുത്തു, പക്ഷേ പിടിച്ചു കെട്ടിയത് അവനാണ്. ഇതുപോലെ ആയിപ്പോയി. അപ്പം ആ ഒരു അപാകതയുണ്ട്. പിന്നെ ഇതൊരു ഈ മല്ലികാർജുന ഖാർഗെ വഴി ഈ നമ്മുടെ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ചേർന്നൊരുക്കിയ ഒരു കെണിയാണോന്നും കൂടെ സംശയമുണ്ട്. കാരണം ഈ ഇലക്ഷന് നിൽക്കാൻ പാടില്ലാത്തവരെ എല്ലാം കൂടെ ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഇലക്ഷൻ കമ്മിറ്റി. അതിനകത്താണ് രമേശ് ചെന്നിത്തല ചെയർമാൻ, കോ ചെയർമാനായിട്ട് നമ്മുടെ വിശ്വപൗരൻ ശശി തരൂർ, പിന്നെ ഷാഫി പറമ്പിൽ, ഇവരൊക്കെ എം പി സ്ഥാനത്ത് നിന്ന് MLA ആവാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഹൈബി ഈഡൻ, ഇവരെയൊക്കെ പിടിച്ച് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പേരെ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മാത്യു കുഴൽനാടനുണ്ട്, റോഷി ജോണുണ്ട്, പിന്നെ ലിജു ഉണ്ട്, ചെന്നിത്തലയുടെ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. കുറച്ച് നാളുകളായി തന്നെ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നു, ലഭിക്കുന്നില്ല. ഇത്തവണയെങ്കിലും ലഭിക്കുമോ? അവിടെ അറസ്റ്റുകാരന്റെ കാരുണ്യം കൊണ്ടാണ് പലപ്പോഴും രക്ഷപ്പെട്ടു പോകണമെന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടെ ഇത്തവണത്തെ മത്സരം കടുത്താൽ അത് പ്രശ്നമാവും. അപ്പം ഇദ്ദേഹം ഇതിനെ കണ്ടിരിക്കുന്ന വേറൊരു വിധത്തിലാണ്. ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ ചാർജ് എനിക്ക് വന്നാൽ വിജയത്തിൻ്റെ ചാർജും എനിക്ക് UDF വിജയിക്കുമെന്നാണല്ലോ അവരുടെ പൂർണ്ണ വിശ്വാസം. 80 സീറ്റിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഡ് നിൽക്കുന്നു. ആ ലീഡ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 100 കൂട്ടുമെന്നാണല്ലോ സതീശൻ്റെ വാചകം. 100 മേൽ 110 നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാചകമാണ്. അതൊക്കെ മേൽ 100 എന്ന് പറഞ്ഞതിനൊക്കെ മേലെ വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 100 സതീശൻ. അപ്പോൾ ആ ലെവലിലേക്ക് എങ്ങാനും പോയി ഇതിന് വിജയിച്ച് വന്നാൽ അതിൻ്റെ സൂത്രധാരകൻ ഞാനായിരിക്കും. ചെയർമാൻ ഞാനല്ലേ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ, ഇലക്ഷൻ കമ്മിറ്റിയുടെ. അപ്പോൾ ഇലക്ഷൻ എങ്ങനെ നടത്തണം, അതെങ്ങനെ ശക്തമായ സ്ഥാനാർത്ഥികളെ വെക്കണം,
അതെങ്ങനെ അവർ മത്സരിക്കണം എങ്ങനെ അവർ വിജയം നേടണം എന്നുള്ളതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് റെഡിയാക്കി അസംബ്ലിയിൽ വോട്ടാക്കി കൊണ്ടുവന്നത്, MLA ആക്കി കൊണ്ടുവന്നത് ഞാനാണ് അല്ല, അദ്ദേഹത്തിന്റെ എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു വകുപ്പ് കിട്ടും. കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ മുഖ്യമന്ത്രിയാകുന്നു, കേന്ദ്രമന്ത്രി. അല്ല, ആ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ന്യായമാണ്. പലരും പല ഇടങ്ങളിലെത്തി, പക്ഷെ ചെന്നിത്തല മാത്രം ഹരിപ്പാടാണ്. അതെ അതെ, അത് പണ്ട് EK നായനാർ പറയും അത് ചെന്നിത്തല ആയതുകൊണ്ടാണ്. അതുപോലെയാണോന്ന് അറിയില്ല. അപ്പോ ഇനി അത് രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും. പക്ഷെ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ CPM ലക്ഷ്യമിടുമല്ലോ ഹരിപ്പാടിന്. അതിനെ എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന് തരണം ചെയ്യാൻ കഴിയുക? അത് തരണം ചെയ്യേണ്ടതാണ് ഏറ്റവും വലിയ ജോലി. അത് BJP-ക്കാരുടെ കാരുണ്യവും കൂടെ വേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ കടുത്ത മത്സരമായിരിക്കും, പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഇപ്പം എല്ലാവരുമായി സമവാക്യത്തിൽ പോകുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തെ എപ്പോഴും സംരക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നു? തീർച്ചയായിട്ടും ലീഗ് സംരക്ഷിക്കും. കാരണം ലീഗിന് 2 ഹിന്ദു നേതാക്കൾ പ്രമുഖരായിട്ട് വേണം എന്നുള്ളത് നിർബന്ധമുള്ളതാണ്. അതിൽ ഒരാളാണ് VD സതീശൻ, ഒന്ന് ഇദ്ദേഹവുമാണ്. ഇത് രണ്ടിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് മുൻകാലങ്ങളിൽ നാം ശ്രദ്ധിച്ചിരുന്നു. NSS അവരുടെ ആസ്ഥാനത്ത് വിളിക്കുന്നു, പിന്നീട് മുഖ്യമന്ത്രി ചർച്ച ഉണ്ടാക്കുന്നു. ആ മുഖ്യമന്ത്രി ചർച്ച ഉണ്ടായതിന് പിന്നാലെ തന്നെ ലീഗിന്റെ പിന്തുണ തേടിയെത്തിയത് ചെന്നിത്തലയ്ക്കായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദീർഘകാലത്തെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടല്ലോ. 27ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളല്ലേ. അന്ന് മുതൽ കുഞ്ഞാലിക്കുട്ടി ഒക്കെ അന്നും മന്ത്രിസഭയിലുള്ള കാലത്താണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഇക്വേഷൻ ഇപ്പോഴും ഉണ്ട്. 10-35 വർഷമായിട്ട് നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലും ക്യാബിനറ്റിൽ ഇരിക്കുക, ഒന്നിച്ചിരിക്കുക, പ്രതിപക്ഷത്ത് ഒന്നിച്ചിരിക്കുക ഒക്കെ ചെയ്ത് അവർ തമ്മിലുള്ളൊരു വലിയ ഇക്വേഷനുണ്ട്. മുസ്ലിം ലീഗിലെ മിക്ക നേതാക്കളുമായിട്ട് അവർക്ക് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. പിന്നെ ആരെയും പിണക്കാതിരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അധികം പിണക്കാതെ കൊണ്ടുപോകുന്ന ഒരു ശൈലിയുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആരോപണങ്ങൾ വായില്ലാതായി പോകുന്നത്. കൂടുതൽ നോക്കാതെ അതിൻ്റെ ഫാക്റ്റ് മാത്രം പറഞ്ഞ് അദ്ദേഹം പോകും. ഇപ്പോൾ 2016-2021 കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന പ്രശ്നങ്ങളൊക്കെ വലുതായിരുന്നു. ആ പ്രശ്നങ്ങൾ വലുതാണെങ്കിൽ ആ പ്രശ്നങ്ങളെ ഷാർപ്പായിട്ട് ഫിനിഷ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പരാതി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഗോൾ പോസ്റ്റ് വരെ ചില കളിക്കാരുണ്ട്, ഫോർവേഡ് കളിക്കാരുണ്ട്, ചിലർ പന്ത് മിഡ് ഫീൽഡിലുള്ള കളിക്കാരുണ്ട്. പന്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഫോർവേഡിനേക്കാൾ മുമ്പേ കൊണ്ടുവന്ന് ഗോൾ പോസ്റ്റിൽ കൊണ്ടുവന്നിട്ട് അടിക്കുമ്പം ചീറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ. പാർട്ടിയിൽ പഴയ സ്വാധീനമുണ്ടോ ചെന്നിത്തലയ്ക്ക്? അതില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അദ്ദേഹത്തിന് അനുയായികൾ എന്ന് പറയുന്നത് മിക്കവാറും ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ അനുയായികളാണ്. കണ്ടിട്ടില്ലേ, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവർക്കൊന്നും അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ അനുയായികളാണ് അദ്ദേഹത്തിന് അധികമുള്ളത്. ഈ അനുയായിയെ നിർത്തുന്നത് കരുണാകരനെ കണ്ടുപിടിക്കണം. വെട്ടട എന്ന് പറയുമ്പം വെട്ടി തല കൊണ്ടിരുന്നവനെ അദ്ദേഹം നേതാവാക്കുള്ളൂ. ഉമ്മൻചാണ്ടിയെ തകർത്ത് കളഞ്ഞത് ഇവിടെ ശിവകുമാർ ചെറുപ്പക്കാരനായിരിക്കുമ്പം നിയമത്തിനപ്പുറത്തെ കണ്ടൊരു യോഗം നടന്നപ്പം അത് കലക്കിയതിലാണ്. അത് കലക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ശിവകുമാറാണ്. അന്ന് KSUവിൻ്റെ നേതാവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം അദ്ദേഹം നിയോഗിച്ചത് ശിവകുമാറിനെയാണ്. ശിവകുമാർ ആ യോഗം കലക്കിയിട്ടിങ്ങ് വന്നു. അപ്പം നേരെ പറഞ്ഞ അടുത്ത MP നീയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയിടാ, KSUവിൻ്റെ നേതാവായിട്ട് പോലും വലിയ പേരെടുക്കാത്തവരുത്തൻ MP ആകുന്നു. MP ആയി തിരുവനന്തപുരത്ത് നിന്ന് 2 പ്രാവശ്യം അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിച്ചു. ആദ്യത്തെ തവണയും 2ാമത്തെ തവണയും ജയിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന് അടിതെറ്റിയത്. അപ്പം അതുപോലെ ആളെ കൂടെ നിർത്താനായിട്ടൊക്കെ നിർത്തുന്നത് ആരെന്നുള്ളത് പ്രധാനമാണ്. ആ രീതിയിലേക്ക് VD സതീശൻ വളരുന്നുണ്ടോ? VD സതീശന് അതിനുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ട്. ആരെ കൊണ്ടുവരണം, ആരെ തഴയണം. രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോൾ തഴയണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തഴയേണ്ട ആ സന്ദർഭത്തിൽ തഴഞ്ഞു. ഇനി വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൂടുകയും ചെയ്യും. അതിനൊന്നും മടിയില്ല അദ്ദേഹത്തിന്. അതൊക്കെ അദ്ദേഹത്തിന് നല്ലത് അറിയാം. കൂടെ നിർത്തേണ്ടത് ആര്, എപ്പോൾ എടുത്ത് ദൂരെ കളയണം, തിരിച്ചെപ്പോൾ കൊണ്ടുവരണം, അതിന് വ്യക്തമായിട്ട് അറിയാം VD സതീശൻ. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്താണ്. ചെറുപ്പക്കാരെയൊക്കെ അങ്ങനെ തലവലിച്ച് നിർത്താനും, പിന്നെ ട്രെയിനിൽ പോകുമ്പം തൻ്റെ കാൽക്കലൊരാൾ, അടിയിലൊരാൾ, മടിയിലൊരാൾ ഒക്കെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ അദ്ദേഹം പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതിനൊക്കെ അദ്ദേഹത്തിന് പ്രത്യേക ഒരു ശേഷിയും ശിവമുഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ലീഡറായിട്ട് അങ്ങനെ ഷൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഇപ്പോൾ തവണ പൂട്ടണമെന്നും പറഞ്ഞാണ്, പരവൂർ കൂട്ടണമെന്നും പറഞ്ഞാണ് LDF നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വലിയ മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. ഈ മത്സരങ്ങളെല്ലാം ജയിച്ച് കൂടുതൽ എണ്ണം കൊണ്ടുവരുന്നത് ആരാണോ അവർക്ക് അവസാനം ചെന്നിത്തല വന്നോടെ BJPയും പ്രതീക്ഷയിലാണ്. ഇത്തവണത്തെ ഇലക്ഷൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പുറമേ കാണുന്ന പോലല്ല.
അന്തർധാരകൾ ഒരുപാടുണ്ടാകാവുന്ന മണ്ഡലങ്ങളും തിരഞ്ഞെടുപ്പുമാണ്. അത് അവസാനം ഈ എല്ലാ ധാരകളും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്, അവരത് നിശ്ചയിക്കും. എന്തായാലും ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, അയ്യപ്പ കോപം അതിശക്തമാണ്. അതുകൊണ്ട് LDFന് ഈസി വാക്ക് ഓവറിന് ചാൻസ് കുറവാണ്. അവരും ഫൈറ്റ് ചെയ്ത് നിന്നാലേ കിട്ടുകയുള്ളൂ. മൂന്നാം ഊഴം അത്ര എളുപ്പമല്ല. പക്ഷേ അത് അതിവിദൂരം എന്ന് പറയാനും പറ്റാത്ത വിധത്തിൽ ചില മണ്ഡലങ്ങളിലെ വോട്ടുകൾ നമ്മൾ പറഞ്ഞല്ലോ, 10-28 മണ്ഡലങ്ങളിൽ 1100-നും 166-69 ഇടയ്ക്ക് സീറ്റുകൾ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില 28 മണ്ഡലങ്ങളുണ്ട്. ആ 28 മണ്ഡലങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിർണായകമാണ്. അത് LDF എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, UDF എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. 11 മണ്ഡലങ്ങൾ LDFന് ഗുണകരമായി വരുന്നതാണ്, ഈ കുറഞ്ഞ ഭൂരിപക്ഷം. 8 മണ്ഡലങ്ങൾ കുറഞ്ഞ ഭൂരിപക്ഷം LDFനാണുള്ളത്, അത് UDFനും മുതലാക്കാവുന്നതാണ്. 80, 88, 90 ആക്കാനും 80-നെ നേരെ തിരിച്ച് 69-ലേക്ക് കൊണ്ടുവരാനും 11 പോയി കഴിഞ്ഞാൽ 61-ലേക്ക് വരാനും സാധ്യതയുള്ള 28 മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇലക്ഷൻ വളരെ നിർണായകമാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ കമ്മിറ്റി ചുമ്മാതിരിക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റിയല്ല, അതിഭയങ്കരമായ വർക്ക് നടത്തേണ്ട ഒരു കമ്മിറ്റിയാണ്. ഇല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.